റേഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് തുടരും ട്രെയിലർ ഒന്ന് കണ്ടു കളയാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും കുടിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? അയ്യോ പാവം കളിച്ചതാടാ. പ്രശ്ന എത്ര എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം വട്ടം. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാറ് കിട്ടൂല. കിളിപോവും. அந்த ஆளுக்கு காரு கையில கட்டியா கிளிப்போம். മഴ നനയല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയൊക്കെ. ട്രെയിലർ കൊള്ളാൻ, കുഴപ്പമില്ല. ട്രെയിലർ പ്രത്യേകിച്ച് ആ ട്രെയിലറിൻ്റെ അതിൻ്റെ ഒരു ക്ലൈമാക്സ്, ട്രെയിലറിൻ്റെ ഒരു ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയോ സിനിമയ്ക്കകത്ത് പറയാൻ ബാക്കി വെച്ച കണക്ക്, അതായത് സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ലാലേട്ടൻ, അതായത് ലാലേട്ടൻ്റെ കാറ് പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം ശോഭനയുടെ ഒരു ഡയലോഗ് മുതൽ കുറച്ചങ്ങോട്ട് ഭാഗത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ സസ്പെൻസ് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് പ്രേക്ഷകന് തോന്നിക്കത്തക്ക രീതിയിൽ എനിക്കൊരു തോന്നുന്നൊരു, പക്ഷേ അവിടെയായിരിക്കും ആ കഥയുടെ പ്രധാന ഭാഗം. പക്ഷേ അതിന് മുമ്പോട്ടുള്ള കുറേ ഭാഗങ്ങൾ, അതായത് ഈ ട്രെയിലറിൻ്റെ തുടക്കം മുതൽ ലാലേട്ടൻ ആ സ്റ്റേഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ശോഭനയുടെ ഡയലോഗിന് തൊട്ട് മുമ്പ് വരെയുള്ള ലാലേട്ടൻ്റെ കുറേ ഭാഗങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ. കാര്യം ഈ പറഞ്ഞ തുറന്നു പറയുമ്പം ലാലേട്ടൻ്റെ ആ പ്രേക്ഷകർക്ക്, ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഫാൻസുകാർ ഉള്ളവർക്ക് എന്നോട് ദേഷ്യം വരും. ഇതിനെ പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടൻ്റെ ഈ മുൻകാല സിനിമയ്ക്കകത്ത് ലാലേട്ടൻ കാണിച്ചിട്ടുള്ള മുഖം കൊണ്ടുള്ള ചില ഗോഷ്ടികൾ അല്ലെങ്കിൽ കോപ്രായങ്ങളെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മുന്നേ ചില സിനിമയ്ക്കകത്ത് ആവർത്തിച്ചിട്ടുള്ള രീതിയിലുള്ള ചില ഡയലോഗുകൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും അല്ലെങ്കിൽ 12th മാൻ പോലുള്ള സിനിമയ്ക്കകത്തും ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. കാര്യം തരുൺ മൂർത്തിയും വീണ്ടും, അതായത് ലാലേട്ടനെ ഈ പഴയ ലാലേട്ടനിലോട്ട് പോകാൻ ശ്രമിക്കാതെ പുതിയ ലാലേട്ടനായിട്ട് നിൽക്കാൻ നമ്മൾ പറയുമ്പം ആ ഒരു പ്രതീക്ഷ നിലനിർത്തത്തക്ക രീതിയിലാണ് ലാലേട്ടൻ്റെ ഇവിടം മുതൽ ഇനി അങ്ങോട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളെ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. കാര്യം അപ്പോൾ വീണ്ടും തരുൺ മൂർത്തി എന്താ ചെയ്യുന്നത്? കാര്യം തരുൺ മൂർത്തിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന നല്ലൊരു കഥയായിരിക്കും, അത് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും. കാര്യം ആ ഒരു ഭാഗമാണ് നമുക്ക് ശോഭനയുടെ ഡയലോഗ് മുതൽ ആ ട്രെയിലറിൻ്റെ എൻഡ് വരെ അല്ലെങ്കിൽ ആ ക്ലൈമാക്സ് വരെ നമുക്ക് നമ്മളിലൊരു പ്രതീക്ഷ നൽകുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞ കണക്ക്, എന്തിനാണ് തരുൺ മൂർത്തിയെ പോലുള്ള ഒരു ഡയറക്ടർ വീണ്ടും ലാലേട്ടനെ കൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായ വേഷങ്ങൾ അല്ലെങ്കിൽ ഗോ ടു യുവർ ക്ലാസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ മുൻകാല സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ലാലേട്ടനെ കൊണ്ട് മുഖം കൊണ്ട് കാണിക്കാൻ പറ്റാത്ത, അതായത് ഒരു കാണുന്ന അരോചകമായിട്ട് തോന്നുന്ന രീതിയിലൊക്കെ വീണ്ടും എന്തിനാണ് തരുൺ മൂർത്തിയെ പോലെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു സംവിധായകൻ ചെയ്യിപ്പിക്കുന്നത്? അതായത് ലാലേട്ടനെ വേറൊരു രീതിയിൽ ഈ പറഞ്ഞ കണക്ക് ഒരു ഗംഭീര കഥ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഗംഭീര കഥയിലേക്ക് വരുമ്പം ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ അതിനനുസരിച്ച് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. കാര്യം ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ കണക്ക് ചില നമ്മൾ മുൻകാലങ്ങളിൽ ലാലേട്ടനെ പലരും വിമർശിച്ചിട്ടുള്ള രീതിയിലുള്ള ചില സിനിമകളുടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹം വരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചില ഭാവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നത്. ഇത് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് ഭയങ്കരമായിട്ട് വിരോധം വരും, അവർ തെറിവിളി തുടങ്ങും. പക്ഷേ എന്നാലും കാണുന്നത് നിങ്ങളും ഒന്ന് വിലയിരുത്തി നോക്കി അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ ഈ ട്രെയിലറിൽ നിന്ന് അതാ തോന്നുന്നത്. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്ന കണക്ക് സിനിമ ഒരു ഗംഭീര വിജയമായിരിക്കും, ഒരു ഗംഭീര കഥ തന്നെയായിരിക്കും പറയുന്ന. ലാലേട്ടൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരിക്കും തരുൺ മൂർത്തി ഈ പറഞ്ഞ കണക്ക് ഒരു നിർണായക ഭാഗം മുതൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്.
അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ട്രെയിലറിൻ്റെ തുടക്കത്തിൽ കാണുന്ന ചില ഭാഗങ്ങളിലുള്ള എൻ്റെ ഒരു വിയോജിപ്പാണ് ഞാൻ അത്തരത്തിലുള്ള രീതിയിൽ പറഞ്ഞത്. ഏതായാലും ലാലേട്ടൻ്റെ ഗംഭീര ഒരു സിനിമയായി മാറട്ടെ തുടരും.